പാരഡൈസോ. വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം. ശ്രീലങ്കൻ ചലച്ചിത്രകാരി നദി വാസല മുതലിയാരാച്ചി സംവിധാനം ചെയ്ത പാൻഡ്രം എന്ന സിനിമയെ പരിചയപ്പെടുത്തി ചലച്ചിത്ര നിരൂപകൻ PK സുരേന്ദ്രൻ സംസാരിക്കുന്നു. വംശീയ കലാപങ്ങളും യുദ്ധങ്ങളും അശാന്തിയും ദുരിതങ്ങളും വിതച്ച ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു സിനിമയാണ് നദി വാസല മുതലിയാരാച്ചി സംവിധാനം ചെയ്ത പാൻഡ്രം. ബുദ്ധിസം ഔദ്യോഗിക മതമായ ശ്രീലങ്കയിലാണ് ഈ രീതിയിൽ മനുഷ്യക്കുരുതി അരങ്ങേറുന്നത് എന്നത് വിരോധാഭാസമായി തോന്നാം. നോവലിസ്റ്റ്, ചിത്രകാരി, മനുഷ്യാവകാശ പ്രവർത്തക എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംവിധായകയുടെ ആദ്യ സിനിമയാണ് പാൻഡ്രം. ഒരു വൃദ്ധന്റെയും അമ്മയുടെയും ഒരച്ഛന്റെയും മകന്റെയും കഥ. അഴിമതി നിറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്ന് അധികാരത്തിലെത്തിയ ഒരു പ്രസിഡന്റിനെ അട്ടിമറിക്കാനുള്ള ജനങ്ങളുടെ പ്രക്ഷോഭത്തിനായി വൃദ്ധൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇത് നാടുനീളെ വ്യാപകമായ അഴിമതിക്ക് കാരണമാകുന്നു. ക്രമസമാധാനം ലംഘിക്കപ്പെട്ട ഒരു സംഘർഷത്തിൽ ഒരു സൈനികൻ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു. ഇതിലൂടെ ഒരു കുട്ടി ജനിക്കുന്നു. പിന്നീട് ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീ ആത്മഹത്യാ ബോംബായി മാറുന്നു. ബലാത്സംഗത്തിന്റെ ഫലമായി ജനിച്ച കുട്ടി ഒരു ബാല സൈനികനായി വളരുന്നു. യുദ്ധത്തിന് ശേഷം ആഘാതത്താൽ വലയുകയും സമൂഹത്തെ നേരിടാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നിരുന്നാലും തന്റെ ജീവശാസ്ത്രപരമായ പിതാവുമായുള്ള ഒരു യാദൃച്ഛിക കൂടിക്കാഴ്ച അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. മാനസികാഘാതവുമായി മല്ലിടുന്ന പിതാവും യുദ്ധാനന്തരം തന്റെ സ്ഥാനം കണ്ടെത്താൻ പാടുപെടുന്ന മകനും തമ്മിലുള്ള സംഘർഷത്തെയാണ് സിനിമ പര്യവേഷണം ചെയ്യുന്നത്. വരണ്ടുണങ്ങി വിണ്ടുകീറിയ ഭൂമി, ചതുപ്പ്, ചെളി, ജീർണത എന്നിവയുടെ ധാരാളം ദൃശ്യങ്ങൾ സിനിമയിലുണ്ട്. അതുപോലെ വീണുകിടക്കുന്ന മരങ്ങളുടെ ദൃശ്യങ്ങളും ധാരാളം. ഇവ വെട്ടിയിട്ടതാവാം, ജീർണിച്ചു വീണതാവാം. എന്നാൽ വനത്തെയും പ്രകൃതിയെയും കാൽപ്പനികവൽക്കരിച്ചല്ല അവതരിപ്പിക്കുന്നത്, മറിച്ച് പരുഷമായ രീതിയിലാണ്. സിനിമയുടെ അവസാന ഭാഗത്തുള്ള നിസ്സഹായ നിലവിളി പോലെ അനുഭവപ്പെടുന്ന കരച്ചിൽ പോലുള്ള ഗാനം ഭൂമിക്കടിയിൽ അടിഞ്ഞുപോയവരിൽ നിന്ന് കേൾക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അവശിഷ്ടങ്ങൾ വെറും ജീർണതയല്ല, അവ ശക്തമായ പ്രതീകങ്ങളായി പ്രവർത്തിക്കുന്നു. അവശിഷ്ടങ്ങൾ ഭൂതകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്. അതിൽ വിഘടിച്ച ഓർമ്മകളും ചരിത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. അവശിഷ്ടങ്ങളിൽ അന്തർലീനമായ അഭാവം അല്ലെങ്കിൽ ഇല്ലാത്തത് തത്വചിന്താപരമായി പ്രാധാന്യമർഹിക്കുന്നു. അത് ഉള്ളതിനെയും ഇല്ലാത്തതിനെയും സാന്നിധ്യത്തെയും അഭാവത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ചില സിനിമകളിൽ അവശിഷ്ടങ്ങൾ ദേശീയ ആഘാതം, നഷ്ടം അല്ലെങ്കിൽ തകർന്ന സ്വത്വം എന്നിവയെയും യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന നാശത്തെയും പ്രതിനിധീകരിക്കുന്നു. ജൂലിയ ക്രിസ്റ്റേവയുടെ നികൃഷ്ടത എന്ന ആശയം മനഃശാസ്ത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഇതിനുദാഹരണമായി ക്രിസ്റ്റേവ ശവം, ഛർദി, തുറന്ന മുറിവുകൾ അല്ലെങ്കിൽ അശുദ്ധി, മരണം എന്നിവയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ആശയത്തിന് സാമൂഹികവും രാഷ്ട്രീയവുമായ മാനങ്ങളുണ്ട്. അവശിഷ്ടങ്ങളുടെയും ജീർണതയുടെയും സിനിമാറ്റിക് പ്രതിനിധാനത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന അധികാരഘടനകൾ, പ്രത്യയശാസ്ത്രങ്ങൾ, സാമൂഹിക ഉത്കണ്ഠകൾ എന്നിവയെക്കുറിച്ച് നമുക്ക് നിർണായകമായ ഉൾക്കാഴ്ചകൾ നേടാൻ കഴിയും. അസ്വസ്ഥതയുണ്ടാക്കുന്നതോ ജീർണിക്കുന്നതോ ആയ ഈ ഘടകങ്ങൾ ചലച്ചിത്ര പ്രവർത്തകരുടെ കൈകളിലെ രാഷ്ട്രീയ വ്യാഖ്യാനത്തിനും സാമൂഹിക വിമർശനത്തിനുമുള്ള ശക്തമായ ഉപകരണങ്ങളായി മാറുന്നു. ഉറുമ്പ് പോലുള്ള ഏറ്റവും ചെറിയ ജീവികൾ പോലും വേദനയുടെയും പ്രതിരോധത്തിന്റെയും പ്രത്യാശയുടെയും കഥകൾ വഹിക്കുന്നുണ്ടെന്ന് സിനിമ വെളിപ്പെടുത്തുന്നു. ആൻഡ് ലയൺ എന്ന പ്രാണിയെ സിനിമയിൽ രൂപകമായി ഉപയോഗിക്കുന്നു. ഇതിന് ശ്രീലങ്കയിൽ സാംസ്കാരികവും പ്രതീകാത്മകവുമായ അർത്ഥമുണ്ട്. ഈ പ്രാണി ബാഹ്യ ഉത്തേജനങ്ങളോട് അറിയാതെ പ്രതികരിക്കുന്നതുപോലെ ആളുകൾ പലപ്പോഴും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുപരമായ അജണ്ടകളുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുകയാണ്. ഒരാളുടെ നിയന്ത്രണത്തിന് അതീതമായ ശക്തികൾക്ക് നിശബ്ദമായി കീഴടങ്ങുന്നതിനെയാണ് ഈ രൂപകം എടുത്തു കാണിക്കുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ ഈ വാക്കുകൾ കേൾക്കാം: പാവകളെപ്പോലെ നൃത്തം ചെയ്യാൻ മാത്രമേ ഈ ചെറു പ്രാണികൾക്ക് അറിയൂ എന്നാണ് എല്ലാവരും കരുതിയത്.
വാസ്തവത്തിൽ ഈ പ്രാണികളും അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പുരാതന കാലം മുതൽ മറ്റുള്ളവരുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ അവർ ശീലിച്ചിരുന്നു. അവർ പോലും തങ്ങൾക്ക് പറയാൻ ഒരു കഥയുണ്ടെന്ന് മറന്നുപോയി. സിനിമ സാമ്പ്രദായിക ആഖ്യാനമോ അഭിനയമോ പിന്തുടരുന്നില്ല. യുദ്ധത്തെ ദൃശ്യവിസ്മയമാക്കി മാറ്റുന്നില്ല, മഹത്വവൽക്കരിക്കുന്നില്ല. കാലം മങ്ങുകയും ഓർമ്മകൾ ദ്രവരൂപത്തിൽ ഒഴുകുകയും ചെയ്യുന്നു. സർറിയലിസ്റ്റ് കലാകാരന്മാരെ പോലെ സ്ഥലത്തിന്റെ പ്രതീകാത്മകവും മനഃശാസ്ത്രപരവുമായ ഉപയോഗവും വക്രീകരണവും ഛിന്നഭിന്നമായ യാഥാർത്ഥ്യങ്ങളെ വൈകാരികമായ ഒരു പൊരുത്തത്തോടെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സിനിമാറ്റിക് സൗന്ദര്യം രൂപപ്പെടുത്തുന്നു. അഭിനയത്തിന്റെ പരമ്പരാഗത നിയമങ്ങളും സിനിമ പാലിക്കുന്നില്ല. കഥാപാത്രത്തിന്റെ മുഖം കാണിക്കാൻ പോലും സംവിധായികയ്ക്ക് താൽപ്പര്യമില്ല. പകരം അവരുടെ പിൻഭാഗം കാണിക്കുന്നു. ഒരു സന്ദർഭത്തിൽ ഒരു കഥാപാത്രത്തിന്റെ ശരീരത്തിന്റെ മധ്യഭാഗം കാണിക്കുന്നു. ഇത് പരമ്പരാഗത സിനിമാറ്റിക് പ്രതിനിധാനത്തെ വെല്ലുവിളിക്കുന്നു. പരമ്പരാഗത രീതിയിലുള്ള താതാത്മ്യവൽക്കരണത്തിനെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണിത്. കഥാപാത്രത്തിന്റെ മുഖം കാണിക്കാതിരിക്കുക എന്നത് പ്രേക്ഷകർക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. മുഖത്ത് ഭാവങ്ങൾ വന്നു പോകണം. അതിനാൽ ധാരാളം ക്ലോസപ്പുകൾ ഉപയോഗിക്കണം. ഇത് മുഖ്യധാര സിനിമകൾക്കും കലാസിനിമകൾക്കും ഒരേപോലെ ബാധകമാണ്. യുദ്ധത്തെ യുദ്ധക്കളത്തിൽ സംഭവിക്കുന്ന ഒന്നായി മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിനുള്ളിൽ സംഭവിക്കുന്ന ഒന്നായും മിഷേൽ ഫൂക്കോ കാണുന്നു. അധികാരം ആളുകളെ നിയന്ത്രിക്കുക മാത്രമല്ല, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്തു വിശ്വസിക്കുന്നു, യുദ്ധത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതുൾപ്പെടെ രൂപപ്പെടുത്തുന്നുവെന്ന് ഫൂക്കോ വിശ്വസിച്ചു. ആ അർത്ഥത്തിൽ യുദ്ധം നമ്മുടെ ഭാഗമായി മാറുന്നു. അത് ആന്തരികമാണ്. അത് നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും നിലനിൽക്കുന്നു. ഒരിക്കൽ യുദ്ധം മാനസിക ലോകത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഫയൽ പോലെ അത് മായ്ക്കാൻ കഴിയില്ല. ആഘാതം മായ്ക്കാൻ എളുപ്പ വഴികളൊന്നുമില്ല. പോരാട്ടം അവസാനിച്ചതിന് ശേഷവും ഓർമ്മകളിലൂടെയും ഭാഷയിലൂടെയും നിശബ്ദതയിലൂടെയും യുദ്ധം തുടരുന്നു. അത് നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ പെരുമാറ്റത്തെയും ലോകത്തെ കാണുന്ന രീതിയെയും ബാധിക്കുന്നു. അത് അപ്രത്യക്ഷമാകുന്നില്ല. ഭൂമിയിൽ യുദ്ധം അവസാനിപ്പിക്കുക എളുപ്പമാണ്. എന്നാൽ മനസ്സിൽ യുദ്ധം അവസാനിപ്പിക്കുക എളുപ്പമല്ല. യുദ്ധത്തെക്കുറിച്ച് സംവിധായക പറയുന്നു, യുദ്ധം നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും യുദ്ധത്തെ മഹത്വപ്പെടുത്താനും സൈനികരെ വീരന്മാരാക്കാനും വേണ്ടിയാണ് പൊതുവ്യവഹാരം ശ്രമിക്കുന്നത്. നമ്മുടെ മനസ്സുകളിലോ വൈജ്ഞാനിക ഭൂപടങ്ങളിലോ ആഴത്തിൽ ഉൾച്ചേരാൻ ആവശ്യമായ സ്വാധീനമുള്ള ശക്തരായ ആളുകളാണ് അല്ലെങ്കിൽ കൂട്ടമാണ് ഈ വ്യവഹാരം പ്രചരിപ്പിക്കുന്നത്. സമൂഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ ഉപരിഘടനയിൽ നിന്ന് അതിന്റെ അടിത്തറയിലേക്ക് വ്യാപിക്കുന്ന തരത്തിൽ ഇവർ ഈ പ്രചരണം വളരെ സൂക്ഷ്മമായി നടപ്പിലാക്കുന്നു. ശ്രീലങ്കൻ യുദ്ധത്തിൽ ഭാഷ ഒരു വിനാശകരമായ പങ്കുവഹിച്ചു. ചില സമയങ്ങളിൽ സൈന്യം വ്യക്തികളുടെ വാക്കുകൾ ഉച്ചരിക്കാൻ ആവശ്യപ്പെടുന്നത് അവ മനസ്സിലാക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവർ തമിഴനാണോ സിംഹളനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. നിങ്ങളുടെ അതിജീവനം തന്നെ ഒരു വാക്ക് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി ഉച്ചരിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും. സാംസ്കാരികമായും യുദ്ധം ഏറ്റവും ചെറിയ സ്വത്വപ്രകടനങ്ങളിലേക്കും കടന്നുവരുന്നു. ഒരു പെൺകുട്ടി നെറ്റിയിൽ പൊട്ടുവയ്ക്കുന്നത് പോലെ ലളിതമായ ഒന്ന് മരണത്തെ നേരിട്ട് കൊണ്ടുവരുന്നത് പോലുള്ള അപകട പ്രവൃത്തിയായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു ശ്രീലങ്കയിൽ. സംസ്കാരത്തിന്റെ ഒരു പ്രതീകം അപകട സാധ്യതയുടെ അടയാളമായി മാറുന്നു. ശ്രീലങ്കൻ ചലച്ചിത്രകാരി നദി വാസല മുതലിയാരാച്ചി സംവിധാനം ചെയ്ത പാൻഡ്രം എന്ന സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ചലച്ചിത്ര നിരൂപകനായ PK സുരേന്ദ്രൻ. സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.